ഈ നടിയുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസിലെ വിധി വന്നതിന് ശേഷം ഇപ്പോൾ ബബ്ബയുടെ റിലീസ് പോലും പ്രശ്നത്തിലാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് വിഷയത്തിൽ നമ്മുടെ നടി പല ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഈ കോടതി വിധിയിൽ വിശ്വാസമില്ല എന്നുള്ള രൂപത്തിലുള്ള പ്രസ്താവനകളൊക്കെ വന്നു കഴിഞ്ഞു അവരുടെ ഭാഗത്തുനിന്നും. അതേപോലെ തന്നെ ഇവരുടെ കൂടെയുള്ളവർ തന്നെ ഇവരെ കബളിപ്പിക്കുകയില്ലേ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പലർക്കും തോന്നുന്ന ഒരു സംശയം. നമ്മളിത് ഈ കഴിഞ്ഞ 8-8 വർഷമായിട്ട് നമ്മളിത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നത് കൊണ്ട് തോന്നുന്ന കാര്യങ്ങളാണ്. അല്ലാതെ നമ്മുടെ കയ്യിൽ ദിവ്യദൃഷ്ടികളോ ദിവ്യദണ്ഡുകളോ ഒന്നുമില്ല അല്ലേ? ആരാണ് കുറ്റം ചെയ്തതെന്നോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കവടി വെച്ച് പറയാൻ നമ്മൾ മാന്ത്രികരുമല്ല അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരുമല്ല. ഇനി ജ്യോത്സ്യന്മാർ വിചാരിച്ചാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കുകയുമില്ലല്ലോ. ഒരു കോടതിക്കും ഇത്തരത്തിൽ കവടി വെച്ച് കാര്യങ്ങളെ അവതരിപ്പിക്കാനും ആവില്ല. അപ്പോൾ കോടതിക്ക് കോടതിയുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളിലുള്ള മെറിറ്റ് നോക്കി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ശിക്ഷ വിധിക്കാൻ കഴിയുള്ളൂ. അത് അങ്ങനെയല്ല എന്ന് ഒരാൾ പറഞ്ഞതുകൊണ്ട് അതിന് മാറ്റം വരുത്താൻ കോടതികൾക്കോ നീതിന്യായ വ്യവസ്ഥയ്ക്കോ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. അപ്പം ഇപ്പോൾ അതിജീവിത തന്നെ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും ഈ ജഡ്ജിനെ മാറ്റണം, ഈ ജഡ്ജ് പക്ഷപാതപരമായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ള തരത്തിലൊക്കെ അഭിപ്രായപ്പെടുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് ജഡ്ജിനെ മാറ്റാൻ കഴിയില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രതികരണം വന്നപ്പോൾ തിരിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുകയും അവിടെ നിന്നും അത് തള്ളിപ്പോവുകയുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഓരോ ആളുകളുടെയും സൗകര്യങ്ങൾക്കനുസരിച്ച് അതിനി ആരായിക്കോട്ടെ, ഏതൊരു വാദിഭാഗമാണെങ്കിലും ഇനിയിപ്പോൾ പ്രതിഭാഗമാണെങ്കിലും ഒക്കെ ഇതേപോലുള്ള ആവശ്യങ്ങൾ വരികയാണെങ്കിൽ കോടതികൾ അവരുടെ പ്രിവിലേജുകൾ ഇത്തരത്തിൽ ആളുകളെ മാറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള അവരുടെ പ്രിവിലേജിന് തന്നെ കളങ്കം വരുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു വ്യവസ്ഥിതി തന്നെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ തന്നെ കൊളാപ്സ് ആവും, തകർന്ന് തരിപ്പണമാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം എല്ലാവരും ഇത് ആവശ്യപ്പെടും. ആ കേസിൽ, ആ പ്രത്യേക കേസിൽ നിങ്ങൾ ഇത് അനുവദിച്ചിരുന്നല്ലോ എന്നുള്ള തരത്തിൽ മുൻപ് ചില കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. മുൻകാല വിധികളുടെയൊക്കെ പ്രാബല്യത്തിൽ എന്നുള്ള രൂപത്തിലൊക്കെ വിധികൾ പുതിയത് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തന്നെയാണ് അതിജീവിതയുടെ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടും ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഇത്തരത്തിൽ ഒരു ജഡ്ജിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു സപ്പോർട്ട് നൽകിയില്ല എന്നുള്ള ആക്ഷേപം അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. പിന്നെ വിധി വന്ന അന്ന് മുതൽ തന്നെ അതിനു മുമ്പ് ഈ 7-8 വർഷത്തോളം വരുന്ന നീണ്ട കാലയളവ് ഒരു മനുഷ്യൻ, ദിലീപ് എന്ന വ്യക്തി, ഇയാളുടെ പേര് പറയുന്നതിന് ഒരു തടസ്സവും ഇല്ല. അയാൾക്ക് കുടുംബമുണ്ട്, മകളുണ്ട്, അല്ലേ, മക്കളുണ്ട്, കുടുംബമുണ്ട്, അച്ഛൻ അമ്മ തുടങ്ങിയവരൊക്കെ ഉണ്ട്. അവരുടെ അഭിമാനത്തിനൊന്നും വിലയില്ലേ? അപ്പം ഇതൊക്കെ ചോദ്യങ്ങൾ മാത്രമാണ്. നമ്മുടെ നിയമവ്യവസ്ഥിതിയുടെ തന്നെ ഒരു പ്രശ്നമാണിത്. ഇതിപ്പം അതിജീവിതയ്ക്ക് വളരെ വലിയ ഒരു പ്രശ്നം നേരിട്ടു, അവരത് തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എല്ലാ ഹൃദയമുള്ള മനുഷ്യർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക്, ആരും ഈ അതിജീവിതയുടെ ഈ ഒരു സിറ്റുവേഷനിൽ അതിൽ വിഷമം പ്രകടിപ്പിക്കാത്ത ആളുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ അവനും ഒരു കുടുംബമുണ്ട്, അവനും അഭിമാനമുണ്ട്. അപ്പോൾ അതും തെളിയിക്കപ്പെടുന്നത് വരെ അതും സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ ബാധ്യതയാണ്. നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗം കൃത്യമായിട്ട് നീതി അവനും നൽകുക എന്നുള്ളതാണ് നമ്മുടെ വ്യവസ്ഥിതി. ഇവർ പറയുന്നു രണ്ട് ഭാഗവും കേൾക്കാൻ, അഭിപ്രായങ്ങൾ പറയുന്നവരെ രണ്ട് ഭാഗവും അവർ പറയണം എന്നുള്ള തരത്തിലാണ് പറയുന്നത്. ഒരാൾക്കും രണ്ട് ഭാഗത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കാനാവില്ല. ചിലർക്ക് ഒരു വാദിഭാഗത്തും മറ്റൊരു ഭാഗത്ത് മറ്റു ചിലർക്ക് പ്രതിഭാഗത്തും ന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് കോടതിയിൽ തെളിയുക എന്നല്ലാതെ നമുക്ക് ജനാധിപത്യ രാജ്യത്ത് മറ്റൊരു സംവിധാനം ഇതിനില്ല. അപ്പോൾ ഇത് കാട് കയറി ചർച്ചകൾ ചെയ്യുന്നു. ഈ ഒരു ഇലക്ഷൻ സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു സിംഗിൾ വിഷയത്തെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ടെങ്കിലും ഇത് നമ്മളെ സ്റ്റേറ്റിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഈ ഒരു നടി ആയതുകൊണ്ട് ഇതിന് കിട്ടുന്ന ഒരു
എന്താ പറയുക, ഹൈപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള നൂറുകണക്കിന് വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. ഇന്ത്യ മഹാരാജ്യത്ത് നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് പെൻഡിങ് കേസുകളും കാണാൻ പറ്റും. അപ്പോൾ അതിലൊന്ന് മാത്രമാണിത്. ഇലക്ഷൻ പോലുള്ള, നമ്മുടെ തെരഞ്ഞെടുപ്പ് പോലുള്ള വളരെ വലിയ ഒരു എന്താ പറയുക, ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിൻ്റെയൊക്കെ കാഹളമൂതുന്ന ഭരണവർഗത്തിനെയൊക്കെ അടിമുടി വിറപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം കേസുകളിൽ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് അതും ചില അജണ്ടകളുടെയൊക്കെ ഭാഗമാകാം. ഇപ്പോൾ സർക്കാരും ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഇനി ഇതിന് പിറകെ പോകുന്ന സർക്കാരിനെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന് തികച്ചും വ്യത്യസ്തമായൊരു മുഖമാണുള്ളതെന്ന് എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം കോടതിക്ക് കോടതിയുടേതായ, അത് ഏത് കോടതിയായാലും ശരി, ഏത് ജഡ്ജ് വന്നാലും ശരി, കോടതിക്ക് കോടതിയുടേതായ ഒരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പിൽ മാത്രമേ കോടതിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലാത്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന രൂപത്തിൽ കോടതികൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഗതി എന്താവും? എല്ലാം തകർന്നടിയില്ലേ? നമ്മളെ നശിപ്പിക്കാനായിട്ട് നിൽക്കുന്ന എത്രയോ ചിത്രശക്തികൾ, അത് മതത്തിൻ്റെ പേരിലും അതിർത്തിയുടെ പേരിലും രാജ്യങ്ങളായിട്ടുമൊക്കെ ക്യൂ നിൽപ്പാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാത്ത നല്ല പൗരന്മാരാവുക. ആവശ്യമില്ലാത്ത മോശം കമൻറ്റുകൾ ഇടുന്ന സ്വഭാവം ഇല്ലാതെ അവരുടെ ഈ പറയുന്ന ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്ക് പരിപൂർണമായിട്ടും നീതി ലഭിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും. പക്ഷേ മറ്റൊരാളും, ഒരപരാധി രക്ഷപ്പെട്ടാൽ പോലും ഒരൊറ്റ നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ള നമ്മുടെ നീതിയുടെ ആപ്തവാക്യം, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സോഴ്സ് അല്ലേ, ആ ഒരു സോൾ, ആ ഒരു അതിൻ്റെ അകക്കാമ്പ്, അതിന് കോട്ടം വരാതെ കാക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ്.